നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വശത്ത് പഞ്ചാരക്കൊല്ലിയിൽ യുവതിയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ നരഭോജി കടുവയ്ക്ക് വേണ്ടി വ്യാപകമായ തിരച്ചിൽ. മറുവശത്തിത് മറ്റൊരു വാർത്ത. നരഭോജി കടുവ എങ്ങനെ സ്വയം സമാധിയായി? ഇതിനിടയിൽ നരഭോജി കടുവ നാട്ടിൽ തന്നെ ഉണ്ടെന്നും കാണാമറിയാത്തവൻ പതുങ്ങിയിരിക്കുകയാണെന്നും അധികാരികൾ തന്നെയാണ് നമ്മോട് പറഞ്ഞത്. 4 ഇടങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ചത് 48 മണിക്കൂർ നിരോധനാജ്ഞ. പഞ്ചാരക്കൊല്ലി, മേലെച്ചിറക്കര, പിലാക്കാവ്, 3 റോഡ് ഭാഗം, മണിയംകുന്ന് ഭാഗങ്ങളിൽ സഞ്ചാരവിലക്ക്. പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പോലും വാഹന സൗകര്യം ഏർപ്പാടാക്കി ഭരണകൂടം. ഒരു കാരണവശാലും ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശവും നൽകി. കടുവയെ പിടിക്കാനായി ഷാർപ്പ് ഷൂട്ടർമാരടക്കം 80 അംഗ ദൗത്യസംഘം. അവർ കടുവയെ പിടിക്കാൻ ചെല്ലുമ്പോഴിതാ കടുവ ദൗത്യസംഘത്തിൽപ്പെട്ട ഒരാളെ ആക്രമിക്കുന്നു. അതും പതുങ്ങിയിരുന്ന് പുറകിൽ നിന്ന് ചാടി. RRT അംഗം ജയസൂര്യയെ കൂടി കടുവയെ ആക്രമിച്ചതോടെ എത്രയും പെട്ടെന്ന് കടുവയെ കൊല്ലാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നു. പഞ്ചാരക്കൊല്ലിയിൽ രാധയെന്ന സ്ത്രീയെ കടിച്ചുകൊന്ന നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നതിനിടയിൽ അപ്രതീക്ഷിതമായാണ് RRT അംഗമായ ജയസൂര്യയ്ക്ക് നേരെ കടുവ ആക്രമണം നടത്തിയത്. മയക്കുവെടി വിദഗ്ധരും ഷാർപ്പ് ഷൂട്ടർമാരുമടക്കം 80-ലധികം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക ദൗത്യസംഘം. തെർമൽ ഡ്രോണും നോർമൽ ഡ്രോണും അടക്കമുള്ള സംവിധാനങ്ങൾ. പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്കാണ് 47-കാരിയായ രാധ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. തണ്ടർബോൾട്ട് ടീമാണ് പകുതി ഭക്ഷിച്ച നിലയിൽ രാധയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇതോടെ നാട്ടുകാരിളകി. അതിശക്തമായ പ്രതിഷേധവും പ്രകടനവുമാണ് പിന്നീട് പഞ്ചാരക്കൊല്ലിയിൽ കണ്ടത്. വയനാട് പൂർണ്ണമായും ഇളകി. മാനന്തവാടിയിൽ വനം വകുപ്പ് താൽക്കാലിക വാച്ചറായ അപ്പച്ചന്റെ ഭാര്യയാണ് രാധ. സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് വനം വകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. ഒരു കടുവ നാട്ടിലിറങ്ങി അക്രമം നടത്തിയാൽ അത് നരഭോജിയാണ് എന്ന് തെളിഞ്ഞാൽ മാത്രമേ അതിനെ വെടിവെച്ച് കൊല്ലാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ മയക്കുവെടി പൊട്ടിച്ച് അതിനെ കീഴ്പ്പെടുത്തി മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായി കൊണ്ടുചെന്ന് വിടണം. കേരളത്തിലെ മൃഗശാലയിലൊന്നും ഇനി കടുവയെ പാർപ്പിക്കാനിടമില്ല. വയനാട്ടിലെ കടുവാ സങ്കേത കേന്ദ്രമൊക്കെ കടുവയെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആകെപ്പെട്ട അവസ്ഥയിലായി വനം വകുപ്പ്. എന്നാൽ രാധയെന്ന യുവതിയെ കടുവ കടിച്ചു കൊന്ന നിലയ്ക്ക് ഇത് നരഭോജി കടുവയാണ് എന്ന് നാട്ടുകാർ ഉച്ചത്തിൽ പറഞ്ഞു. വനം വകുപ്പും സർക്കാരുമൊക്കെ വിഷമവൃത്തത്തിൽ. ഇതിനിടയിൽ കോഴിക്കോട് ഒരു ഫാഷൻ ഷോയിൽ പോയി പാട്ടുപാടിയ മന്ത്രി AK ശശീന്ദ്രൻ കൂടുതൽ വിവാദങ്ങളിൽ ചെന്ന് ചാടി. നാട്ടുകാർ ഒന്നടങ്കം ശക്തമായ നിലപാടെടുത്തതോടെ കടുവയെ എത്രയും വേഗം വെടിവെച്ചു കൊല്ലും. പഞ്ചാരക്കൊല്ലി മേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. അടുത്ത 48 മണിക്കൂർ നിർണായകമാണെന്നും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ ശാരദ മുരളീധരൻ വ്യക്തമാക്കി. ശക്തമായ പ്രതിഷേധങ്ങൾ തുടരുമ്പോഴാണ് നരഭോജി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടുകാരുമായി വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ചർച്ച നടത്തിയത്. എന്നാൽ ചർച്ച നടത്താനെത്തിയ AK ശശീന്ദ്രന്റെ നാട്ടുകാർ കൂകി ഓടിച്ചു. കടുവയെ എങ്ങനെ പിടികൂടണമെന്നറിയാതെ കുഴഞ്ഞു നിന്ന ദൗത്യസംഘം. എന്നാൽ അതിനിടയിൽ ചത്ത നിലയിൽ കടുവയെ കിട്ടുന്നു. അതാണ് ഏറെ കൗതുകകരമായത്. കടുവ എങ്ങനെ ചത്തു എന്നതിനൊരു വിചിത്ര തിയറിയുമായി സർക്കാർ ഇതിനിടയിൽ രംഗത്ത് വന്നു. കടുവയെ മറ്റൊരു കടുവയെ ആക്രമിച്ചുവത്രേ. നാട്ടിലുള്ള ഈ കടുവയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനായി ഇത്ര വലിയ ദൗത്യസംഘവും മറ്റ് തിരച്ചിൽ സേനയുമൊക്കെ പരിശോധിക്കുമ്പോൾ എങ്ങനെ മറ്റൊരു കടുവ അവിടേക്ക് വന്ന് ഈ കടുവയെ കടിക്കും? തൽക്കാലം കഥയിൽ ചോദ്യം വേണ്ട എന്നതുപോലെ ഇതിനും ചോദ്യം വേണ്ട എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. കടുവയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണെങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് കേസും അന്വേഷണവും ഒന്നും ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം അതങ്ങനെ തന്നെ ദൃശ്യം മോഡൽ ഒരു രഹസ്യമായി തുടരട്ടെ. എങ്കിലും പഞ്ചാരക്കൊല്ലിയിൽ ചില ആണുങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം. കടുവയുടെ കഴുത്തിനിട്ട് തന്നെ ആരോ കൊടുത്തിരിക്കുന്നു. ആ മുറിവ് നല്ല ഉശിരൻ മുറിവാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിലുമുണ്ട്. വലിയ ആശ്വാസത്തിലാണ് ഇപ്പോൾ മാനന്തവാടി പിലാക്കാവിലെ പഞ്ചാരക്കൊല്ലി പ്രദേശം. പ്രദേശവാസിയായ രാധയെ കൊല്ലുകയും ദിവസങ്ങളോളം പ്രദേശത്തെ മുൾമുനിയിലാക്കുകയും ചെയ്ത ആ നരഭോജി കടുവയെ ആരോ തീർത്തിരിക്കുന്നു. കടുവ സ്വയം ചത്ത നിലയിൽ കാണപ്പെട്ടുവെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കടുവ സമാധിയായി അത്രേ. ഈ വാർത്ത പടക്കം പൊട്ടിച്ച ആഹ്ലാദത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. നമ്മുടെ പുലിമുരുകൻ സിനിമയുടെ സമാനമായ സാഹചര്യം. പക്ഷേ ഇവിടുത്തെ ഹീറോ ഇപ്പോഴും രഹസ്യ കേന്ദ്രത്തിലാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഹീറോ മറ്റൊരു കടുവയാണെന്ന്. എന്നാൽ അത്തരമൊരു കടുവ നാട്ടിലിറങ്ങി ഈ കടുവയെ പിടിക്കാനുള്ള സാഹചര്യമില്ല എന്ന് നാട്ടുകാർക്കറിയാം. വനം വകുപ്പിൻ്റെ തോട്ടിൽ നിന്നുയർന്ന ഉണ്ടയൊന്നും കൊണ്ടല്ല ഈ കടുവ ചത്തത്. അപ്പോൾ പിന്നെ നല്ല ഉശിരുള്ള മെയ്വഴക്കമുള്ള ആരോ ചില ആണൊരുത്തന്മാർ അവിടെയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഇനി മറ്റു ചില സംശയങ്ങൾ കൂടി അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അത് പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു.
ചത്തത് രാധയുടെ ജീവനെടുത്ത നരഭോജി കടുവ തന്നെയാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. മറ്റു പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദൗത്യസേനയെ അവിടെ നിന്ന് തൽക്കാലം മാറ്റരുത് എന്ന് നാട്ടുകാർ വനം മന്ത്രിയോട് ആവശ്യപ്പെടുന്നു. ചത്തത് നരഭോജി തന്നെയാണ് എന്ന് വനം വകുപ്പും RRT സംഘവും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ നരഭോജി കടുവയിൽ നിന്ന് ഈ നാട് മോചിപ്പിക്കപ്പെട്ടുവെന്നാണ് ഇപ്പോൾ ശശീന്ദ്രൻ പറയുന്നത്. പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തുമൊക്കെ ആ നാട് ഇപ്പോൾ ആഘോഷിക്കുകയാണ്. കടുവയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സ്ഥിരം സാന്നിധ്യമുണ്ടാവുന്ന പ്രദേശങ്ങളാണ് പിലാക്കാവും പഞ്ചാരക്കൊല്ലിയും. എങ്കിലും കടുവ ആളെ കൊന്ന സംഭവം ആ പ്രദേശത്ത് ആദ്യമായാണ്. പഞ്ചാരക്കൊല്ലിയിൽ സ്വകാര്യ തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയ മീൻമുട്ടി താറാട്ട് രാധയെന്ന 46-കാരിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കാപ്പിത്തോട്ടത്തിൽ വെച്ച് കാപ്പി പറിച്ചുകൊണ്ടിരുന്ന രാധയുടെ നേർക്ക് പതുങ്ങി നിന്ന കടുവ എടുത്തു ചാടി അവരെ കീഴ്പ്പെടുത്തി 100 മീറ്ററോളം വലിച്ചഴച്ചു. അതിനുശേഷം അവരുടെ തലയുൾപ്പെടെ ഭക്ഷിച്ചാണ് കടുവ മടങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്ക് രാധയെ തന്റെ ഇരുചക്രവാഹനത്തിൽ കൊണ്ട് ഇറക്കി വിട്ടുവെന്നാണ് താൽക്കാലിക വനം വാച്ചറായ ഭർത്താവ് അപ്പച്ചൻ പറയുന്നത്. അത് കഴിഞ്ഞ് അപ്പച്ചൻ നേരെ തലപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ജോലിക്ക് പോയി. പിലാക്കാവും മണിയംകുന്ന് സംരക്ഷിത വനമേഖലയോട് ഏകദേശം 5 മീറ്റർ മാത്രം അകലെയുള്ള തോട്ടത്തിൽ വെച്ചാണ് കടുവയുടെ ആക്രമണം. പതിവ് മാവോയിസ്റ്റ് പരിശോധനയ്ക്കായി കാട് കയറിയ തണ്ടർബോൾട്ട് സംഘമാണ് കടുവ തിന്ന മൃതദേഹം കണ്ടെത്തുന്നത്. ഇവർ കൃത്യസമയത്ത് ഇവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഇതുപോലും ലഭിക്കില്ലായിരുന്നുവെന്നാണ് അവർ പറഞ്ഞത്. തണ്ടർബോൾട്ട് സംഘം രാവിലെ 9:30 മൃതദേഹം കണ്ടു. പക്ഷേ വിവരം പുറത്തറിയുന്നത് രാവിലെ 11 മണിക്ക്. വനപാലകരുടെയും പോലീസിന്റെയും ഒക്കെ വാഹനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ആ പ്രദേശത്തേക്ക് ചീറിപ്പാഞ്ഞു വരുമ്പോൾ ആദ്യം അന്തം വിട്ടു നിന്നു നാട്ടുകാർ. പിന്നീടാണ് ഈ വാർത്ത കാട്ടുതീ പോലെ നാട്ടിൽ പരന്നത്. തങ്ങളുടെ പ്രദേശത്ത് എന്തോ ദുരന്തം സംഭവിച്ചു എന്ന് മാത്രമാണ് ആദ്യം അവർ മനസ്സിലാക്കിയത്. എന്നാൽ തങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീയെ കടുവ ഭക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി നിന്നു ആ നാട്. ഇതോടെ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സംഘടിച്ചു. കടുവയെ കൊന്നിട്ട് വനപ്രദേശത്തിന് സമീപത്ത് നിന്ന് രാധയുടെ മൃതദേഹം നീക്കം ചെയ്യാൻ അനുവദിക്കൂ എന്ന നിലപാടെടുക്കുകയായിരുന്നു നാട്ടുകാർ. ഇതിനിടയിൽ മന്ത്രി OR കേളു, നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൽ എന്നിവർ ചർച്ചകൾക്കായി സ്ഥലത്തെത്തി. പക്ഷെ അവരും ജനങ്ങളുടെ നാവിന്റെ ചൂടെറിഞ്ഞു. ജനങ്ങളുടെ പ്രതിഷേധം കനത്തു. തുടർന്ന് സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുമെന്നൊക്കെ പ്രഖ്യാപനം നടത്തി. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രിയദർശിനി എസ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസ് ബേസ് ക്യാമ്പാക്കി കടുവയ്ക്ക് വേണ്ടി തീവ്ര തെരച്ചിൽ. ശനിയാഴ്ചയാണ് രാധയുടെ മൃതദേഹം സംസ്കരിക്കുന്നത്. മാനന്തവാടിയിൽ UDF ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. കനത്ത പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ADM K ദേവകിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കടുവയെ ജീവനോടെ പിടികൂടിയാൽ മൃഗശാലയിലേക്ക് മാറ്റാമെന്ന് തീരുമാനമെടുത്തു. എന്നാൽ കേരളത്തിലെ മൃഗശാല അധികൃതർ പെട്ടെന്ന് ബന്ധപ്പെട്ട് ഇനി മൃഗശാലകൾക്കൊന്നും കടുവയെ വേണ്ട എന്നറിയിക്കുകയായിരുന്നു. ഇതോടെ വീണ്ടും വനം വകുപ്പ് വെട്ടിലായി. എന്നാൽ കടുവയെ വെടിവെച്ച് കൊന്നേ തീരൂ എന്ന തീവ്ര നിലപാടെടുത്തു നാട്ടുകാർ. ഇമാതിരി നരഭോജി കടുവയെ ഇനി ജീവനോടെ വിട്ടാൽ അത് കൂടുതൽ അപകടമുണ്ടാക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ദൗത്യസംഘത്തിൽപ്പെട്ട ജയസൂര്യ എന്ന വനപാലകനെ കടുവയെ ആക്രമിച്ചതോടെ വനപാലകർക്ക് മനസ്സിലായി ഈ കടുവയെ കൊന്നേ തീരുവെന്ന്. അല്ലെങ്കിൽ ഇവൻ വീണ്ടും അപകടകാരിയായി ആ നാട്ടിൽ അപകടമുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് വനം വകുപ്പ് കൂടി ഒരു നിലപാടെടുത്തു. ഇനി കടുവയെ അങ്ങ് കൊന്നേക്കാം. പ്രദേശവാസികളുടെ പ്രതിഷേധം തടുപ്പിക്കാൻ ഇതിനിടയിൽ ശശീന്ദ്രൻ നേരെ രാധയുടെ വീട്ടിലെത്തി മകന് താൽക്കാലിക ജോലിക്കായുള്ള നിയമന ഉത്തരവൊക്കെ കൈമാറി. എന്നാൽ മന്ത്രിയെ കൂക്കി വിളിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. കടുവയ്ക്കായുള്ള അന്വേഷണം തീവ്രമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ശശീന്ദ്രൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു. ഞായറാഴ്ച രാത്രി കടുവയെ വീണ്ടും കണ്ടുവെന്ന് നാട്ടുകാർ. പഞ്ചാരക്കൊല്ലി മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടർന്ന് അവധി. പിന്നീട് കടുത്ത നിലപാടുകൾ പ്രഖ്യാപിച്ചു. ഒടുവിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തുന്നു. നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയായി. ഇന്ന് രാവിലെ വീടിന് സമീപത്താണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഏതെങ്കിലും വീടിന് പരിസരത്ത് മറ്റൊരു കടുവ വന്ന് ഈ കടുവയെ ആക്രമിക്കുകയൊന്നുമില്ല. കൊല്ലപ്പെട്ട രാധയുടെ വസ്ത്രം, കമ്മൽ, മുടി എന്നിവ കടുവയുടെ വയറ്റിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. മരണകാരണം കടുവയുടെ കഴുത്തിലുണ്ടായ മുറിവാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കടുവയുടെ കഴുത്തിൽ ഏറ്റുമുട്ടലിൽ സംഭവിച്ച 4 മുറിവുകളുണ്ടായിരുന്നു. ഇന്നലെയുണ്ടായ ഏതോ ഏറ്റുമുട്ടലിലാണ് കടുവയ്ക്ക് ഇത്ര മാരകമായ പരിക്കേറ്റത്. ഈ മുറിവുകൾ മരണകാരണമായി എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G. കൃഷ്ണൻ പറയുന്നു. ഇന്ന് പുലർച്ചെ 2:30 പിലാക്കാവിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. രാത്രി 12:30 അവശനിലയിലായ കടുവയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. കാടിനുള്ളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ട സ്ഥലത്തായിരുന്നു കടുവയെ ആദ്യം അവശനിലയിൽ കണ്ടെത്തിയത്.
2 മണിക്കൂർ നേരം കടുവയ്ക്ക് പിറകെ പോയി പിന്നീടാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയെ സമാധിയാക്കിയത് ആരാണെങ്കിലും അവർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഇത്തരം നരഭോജി കടുവകൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ എത്രയെത്ര ജീവനുകൾ ഇവർ കടിച്ചു കൊല്ലും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.